ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ, എലഗൻസ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, AR കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കുറ്റാരം, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത് ഐ ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, KMK ഹോസ്പിറ്റൽ കുന്നിക്കോട് ആൻഡ് സ്റ്റൈൽ ബാത്ത് കൊട്ടാരക്കര ആയൂർ പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, bathroom fittings, modular kitchen, plumbing, tiles, sanitary, paint, furniture, granite, cement, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. Elegant Events and Caterers, Pattanapuram. Make your days elegant and eventful. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant Events, SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 99476970. AR College of Engineering and Technology, near Kuttalam, Tamil Nadu. AICTE approved, affiliated to Anna University, Chennai. Courses offered: UG courses, BE Mechatronics, BE Civil Engineering, BE Computer Science and Engineering, BE Electronics and Communication Engineering, BE Mechanical Engineering, BE Electrical and Electronics Engineering, BE Automobile Engineering. PG courses: ME Applied Electronics, ME Computer Science and Engineering, ME Power Electronics, ME Structural Engineering, ME Computer Aided Design. For admission, contact AR Information Center, Chowk Road, Punalur. Phone 9562023444. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം, വിജയകൃഷ്ണ ജുവലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മന ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ആറ്റിക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ മനോജ് വന്മള. പ്രധാന വാർത്തകൾ. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കുഴികളടയ്ക്കാത്തതിൽ പ്രതിഷേധിച്ച് CPM പ്രവർത്തകർ ദേശീയപാത വിഭാഗം ഓഫീസ് താഴിട്ട് പൂട്ടി. വിദ്യാഭ്യാസ വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി പത്തനാപുരം MLA KB ഗണേഷ് കുമാർ. പാഠപുസ്തക വിതരണത്തിലും SSLC ഫലപ്രഖ്യാപനത്തിലും വിദ്യാഭ്യാസ വകുപ്പ് നിരുത്തരവാദപരമായ സമീപനം സ്വീകരിച്ചെന്നും MLA. പുനലൂർ മുക്കടവിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണ് 2 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. വ്യാഴാഴ്ച വൈകുന്നേരത്തുണ്ടായ കനത്ത കാറ്റിലാണ് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണത്.
കുളത്തൂപ്പടയിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. കല്ലുവെട്ടാങ്കുഴിയിൽ 2 പേരെ തെരുവുനായ്ക്കൾ കടിച്ചു. വാർത്തകൾ വിശദമായി. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കുഴികൾ നികത്താത്തിൽ പ്രതിഷേധിച്ച് CPM പ്രവർത്തകർ NH ഓഫീസ് താഴിട്ട് പൂട്ടി. പ്രതിഷേധ സമരം CPM ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ പുനലൂർ മുതൽ ആര്യങ്കാവ് വരെ റോഡ് തകർന്നതുമൂലം അപകടങ്ങൾ വർദ്ധിച്ചിട്ടും റോഡിലെ ഗട്ടറുകൾ നികത്തി പാത സഞ്ചാരയോഗ്യമാക്കാൻ അധികൃതർ നടപടിയെടുത്തില്ല. അധികൃതരുടെ ഈ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് CPM നേതൃത്വത്തിൽ പുനലൂരിൽ NH ഓഫീസ് ഉപരോധിച്ചു. ദേശീയപാതയ്ക്ക് ഇരുവശവും വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തും വിധം വളർന്നു നിൽക്കുന്ന കാടുകൾ വെട്ടിമാറ്റണമെന്നും കൊടും വളവുകളിൽ സിഗ്നലുകൾ സ്ഥാപിക്കണമെന്നും കൊടും വളവുകളും ഗർത്തങ്ങളും ഉള്ള ഭാഗത്ത് സംരക്ഷണ ഭിത്തിയും ക്രാഷ് ബാരിയറുകളും സിഗ്നൽ ബോർഡുകളും സ്ഥാപിക്കണമെന്നും CPM ആവശ്യപ്പെട്ടു. ഉപരോധ സമരം CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്, ടാറിംഗ് ജോലികൾ നിർവഹിച്ചിട്ടുള്ളത്, അതിന്റെ അടിസ്ഥാനത്തിൽ ഈ റോഡ് അതിവേഗം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ടാറിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾക്കറിയാം ടെർമിനൽ ലുക്കൌട്ടിനപ്പുറത്ത് ഇപ്പോ ഈ വസൂലിക്കര വന്ന മുഖം പോലെ റോഡിന്റെ സൈഡ് മുഴുവൻ ഒരു JCB കൊണ്ട് മാന്തിയിട്ടിട്ടുണ്ട്. എന്താ കാര്യം? ടാർ ചെയ്ത് പോളിഷ് ചെയ്ത വണ്ടി റോഡിൽ തുരു വാഹനങ്ങൾ നിറയാനും ടാർ ചെയ്തതിന്റെ പിറ്റേന്ന്. അപ്പോഴാണ് ബഹുമാന്യരായ എഞ്ചിനീയർമാർ, നിങ്ങളത് ആലോചിച്ച് നോക്കിയാൽ ഞാനും നിങ്ങളും നികുതി കൊടുക്കുന്ന പണം കൊണ്ട് 10,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന NHലെ എഞ്ചിനീയർ അപ്പോഴാണ് കണ്ടുപിടിച്ചത് മിനിസം കൂടിപ്പോയതുകൊണ്ട് മണക്കം പറയുന്നത് വണ്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ സർക്കസാണ് നടക്കുന്നത്. അന്ന് കോൺട്രാക്ടറെ സംരക്ഷിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെയെല്ലാം കോറിയിട്ടു. അവിടെ അപകടം തീർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു. CPM പുനലൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P. വിജയൻ അധ്യക്ഷനായി. CPM പുനലൂർ ഏരിയ കമ്മിറ്റി അംഗം S. രാജേന്ദ്രൻ നായർ, നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ D. ദിനേശൻ, CPM പുനലൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി A. പ്രകാശ്, സുഭാഷ് ജിനാഥ്, വസന്തകുമാർ, അരവിന്ദൻ, സതേഷ്, BS ഷാജി, പ്രേം സിംഗ്, രഞ്ജിത്ത്, ഹാഷിം എന്നിവർ സംസാരിച്ചു. സംഭവ സ്ഥലത്തെത്തിയ പുനലൂർ പോലീസും NH അധികൃതരുമായി സമരക്കാർ നടത്തിയ ചർച്ചയിൽ 2 ദിവസത്തിനകം ഗട്ടറുകൾ നികത്താമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ ചെങ്കോട്ട ഗേജ് മാറ്റത്തിന്റെ ഭാഗമായി കോട്ടവാസൽ S വളവിൽ റെയിൽവേയുടെ മേൽപ്പാലം പൊളിച്ചു നീക്കാൻ തൊഴിലാളികൾ ബുദ്ധിമുട്ടുന്നു. ബ്രിട്ടീഷുകാർ സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച പാലമാണ് പൊളിക്കാൻ കഴിയാത്ത നിലയിലുള്ളത്. ബ്രിട്ടീഷുകാർ കല്ലും സുർക്കിയും ഉപയോഗിച്ച് നിർമ്മിച്ച പാലത്തിന്റെ കല്ലിളക്കാൻ തൊഴിലാളികൾ പഠിച്ച പണി 18 പയറ്റുകയാണ്. കരിങ്കല്ലുകൾ തമ്മിൽ ഇന്റർലോക്ക് ചെയ്ത രീതിയിലും ഇടയിൽ സുർക്കി മിശ്രിതം നിറച്ച രീതിയിലുമുള്ള പാലമാണ് തൊഴിലാളികളെ കഷ്ടത്തിലാക്കുന്നത്. പാതയിൽ നിരവധി പാലങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പലതും ജാക്കറ്റിംഗ് ചെയ്യുന്നതിനാൽ കല്ലുകൾ ഇളക്കി മാറ്റേണ്ടി വന്നില്ല. എന്നാൽ S വളവിൽ പുതിയ പാലം നിർമ്മിക്കാൻ റെയിൽവേ തയ്യാറായത് തിരിച്ചടിയായി. ഒരു ദിവസം 3-4 തൊഴിലാളികൾ പകലന്തിയോളം പണിയെടുത്താൽ ഇളക്കാൻ കഴിയുന്നത് വെറും 30-40 വരെ കല്ലുകൾ മാത്രമാണ്. 40 பேர் தான் எடுக்க முடியுது. ஒரு நாளைக்கு 3 பேர் சேர்ந்து வண்டியில் ரொம்ப கஷ்டமாக இருக்குது. அந்த காலத்துக்கு இன்னும் பயங்கரமாக கட்டியாக എല്ലാം കെട്ടിക്കാണ്. പാലം പൊളിച്ചു നീക്കാനായി കൂടുതൽ തൊഴിലാളികളെ ഉപയോഗിക്കാനാണ് കരാറുകാരുടെ അടുത്ത നീക്കം. ന്യൂസ് ബ്യൂറോ, തെന്മല. ആര്യങ്കാവ് സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ചിൽഡ്രൻസ് ലീഗിന്റെ കൊല്ലം പ്രവിശ്യ പ്രവർത്തനോദ്ഘാടനം സംഘടിപ്പിച്ചു. DCL സംസ്ഥാന ഡയറക്ടർ ഫാദർ റോയി കണ്ണഞ്ചിറ ഉദ്ഘാടനം നിർവഹിച്ചു. ബുധനാഴ്ച 2 മണിക്ക് സ്കൂൾ അങ്കണത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടി DCL സംസ്ഥാന ഡയറക്ടർ ഫാദർ റോയി കണ്ണച്ചിറ ഉദ്ഘാടനം ചെയ്തു. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിദ്യാർത്ഥികളും LKG മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികളും DCL അംഗങ്ങളാകാൻ കഴിയും എന്നുള്ളതാണ്. DCL ഒരു മുദ്രാവാക്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, നാം ഒരു കുടുംബം എന്നതാണ് ആ മുദ്രാവാക്യം. സ്കൂൾ PTA പ്രസിഡന്റ് മത്തായി തോമസ് അധ്യക്ഷനായി. സ്കൂൾ ഹെഡ്മാസ്റ്റർ സെബാസ്റ്റ്യൻ കുര്യൻ സ്വാഗതം പറഞ്ഞു. DSCL മേഖല ഓർഗനൈസർ ടൈറ്റസ് ലൂക്കോസ്, സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ പരുവപ്പറമ്പിൽ, DCL സ്കൂൾ ഡയറക്ടർ സിസ്റ്റർ മിനിമോൾ, DCL സ്കൂൾ ലീഡർ ലിജോ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന ഗുസ്തി മത്സര വിജയികളായ ഹരികൃഷ്ണൻ, അഖിൽ എന്നിവരുടെ ഗുസ്തി ഷോയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, തെന്മല.
കേരള തമിഴ്നാട് അതിർത്തിയിൽ തമിഴ്നാട് പോലീസിന്റെ മൂന്നാം കണ്ണ്. അതിർത്തി ചെക്ക് പോസ്റ്റായ പുള്ളിയറയിലാണ് തമിഴ്നാട് പോലീസ് ക്യാമറകൾ സ്ഥാപിച്ചത്. കേരള തമിഴ്നാട് അതിർത്തിയിൽ തമിഴ്നാട് പോലീസിന്റെ മൂന്നാം കണ്ണ് എന്നറിയപ്പെടുന്ന അതിർത്തി ചെക്ക് പോസ്റ്റായ പുള്ളിയറയിലാണ് തമിഴ്നാട് പോലീസിന്റെ ക്യാമറ കണ്ണുകൾ. തെങ്കാശി ASP അരവിന്ദന്റെ നേതൃത്വത്തിലാണ് പുള്ളിയറ RTO ചെക്ക് പോസ്റ്റിൽ ക്യാമറകൾ സ്ഥാപിച്ചത്. ഇതോടെ ഇരു സംസ്ഥാനങ്ങളിലേക്കും ഉള്ള വാഹനങ്ങളെ നിരീക്ഷിക്കുവാൻ കഴിയും. ഒപ്പം 24 മണിക്കൂറും റെക്കോർഡിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത കാലത്തായി തമിഴ്നാട്ടിൽ നിന്നും കച്ചി ലോറികൾ അമിത ഭാരം കയറ്റി ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിൽ എത്തുന്നതിനെതിരെ ASP കർശന നടപടി സ്വീകരിച്ചിരുന്നു. എന്നാൽ ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങി രാത്രികാലങ്ങളിൽ ഓവർലോഡ് അനുവദിക്കുന്ന സാഹചര്യത്തിലാണ് ASP ക്യാമറ സ്ഥാപിക്കാൻ നിർബന്ധിതനായത്. ഇത്തരത്തിൽ ക്യാമറ സംവിധാനം ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിലും സ്ഥാപിക്കണം എന്ന ആവശ്യം ഇതോടെ ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. വിദ്യാഭ്യാസ വകുപ്പിനെതിരെ KB ഗണേഷ് കുമാർ MLA രൂക്ഷ വിമർശനം. പാഠപുസ്തക വിതരണത്തിലും SSLC ഫലപ്രഖ്യാപനത്തിലും വിദ്യാഭ്യാസ വകുപ്പ് നിരുത്തരവാദപരമായ സമീപനം സ്വീകരിച്ചെന്നും MLA. പത്തനാപുരം മൗണ്ട് താബോർ ഹയർ സെക്കൻഡറി സ്കൂളിൽ A+ ജേതാക്കളെ അനുമോദിച്ചുകൊണ്ട് നടന്ന ചടങ്ങിലാണ് ഗണേഷ് കുമാർ MLA വിദ്യാഭ്യാസ വകുപ്പിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത്. കൃത്യതയോടെ പാഠപുസ്തകം വിതരണം ചെയ്യുന്നതിലും SSLC ഫലപ്രഖ്യാപനത്തിലും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായ നിരുത്തരവാദപരമായ നടപടിയെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. ഒന്നാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കുട്ടി പരീക്ഷയ്ക്ക് തോറ്റാലും ജയിച്ചാലും വന്ന് പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ ജയിപ്പിച്ചേക്കണം എന്ന ഉത്തരവ് നിലനിൽക്കുന്ന ഈ സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസം തകർന്നതിൽ അത്ഭുതപ്പെടാനില്ല. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 2ലേക്ക് പോകണമെങ്കിൽ പരീക്ഷ ജയിക്കണ്ട, പോകാം. 10ാം ക്ലാസ് വരെ പോകാമായിരുന്നു. പക്ഷെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ പരീക്ഷ എഴുതാത്തവരെയും ജയിപ്പിച്ചുകൊണ്ട് ആ ഉത്തരവിനെയും മറികടന്നു എന്നൊരു നേട്ടം നമുക്കുണ്ട്. സത്യമല്ല, 1ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ ഓൺ പ്രൊമോഷൻ സർക്കാർ ഉത്തരവുണ്ട്. അവിടെയാണ് തെറ്റ്. എന്താണ് കുട്ടികൾ CBSE പോകുന്നത്, ICSE അന്വേഷിച്ച് പോകുന്നത്? കാരണം 1ാം ക്ലാസ് ജയിച്ചില്ല 2ാം ക്ലാസ്സിൽ പോകാൻ പറ്റില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ? പരീക്ഷ എഴുതി നല്ല മാർക്ക് വാങ്ങി ജയിച്ച് അടുത്ത ക്ലാസ്സിൽ പോകുന്നതല്ലേ. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും കുട്ടികൾ പരീക്ഷയ്ക്ക് എഴുന്നേച്ച് നേരെ എഴുതാതെ അടുത്ത ക്ലാസ്സിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും രക്ഷിതാവുണ്ടോ? ആരുമില്ല. നിങ്ങൾക്കൊന്നും ആഗ്രഹമില്ല. നിങ്ങൾക്ക് എന്താ പഠിക്കണം, നന്നായി പഠിക്കണം, പരീക്ഷ നന്നായിട്ട് എഴുതണം, നല്ല മാർക്ക് വാങ്ങിച്ച് ജയിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് പോകണം കൂട്ടുകാരോടൊപ്പം. അതാണ് നിങ്ങളുടെ ആഗ്രഹം. ആ ആഗ്രഹമാണ് വേണ്ടത്. PTA പ്രസിഡന്റും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് S. വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. മൗണ്ട് താബോർ സ്കൂളിന്റെ ഭൗതികമായ പുരോഗതിയിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന MLA KB ഗണേഷ് കുമാറിനെ വേണുഗോപാൽ അധ്യക്ഷ പ്രസംഗത്തിൽ അഭിനന്ദിച്ചു. ഹെഡ്മാസ്റ്റർ V. ദാനിയൽകുട്ടി, കോർപ്പറേറ്റ് മാനേജർ CO ജോസഫ് റമ്പാൻ, മൗണ്ട് താബോർ ദയാറ സെക്രട്ടറി റവറൻ ഫാദർ KV പോൾ, റവറൻ ഫാദർ ബെഞ്ചമിൻ മാത്യൂസ്, മാതൃസമിതി പ്രസിഡന്റ് ശ്രീകുമാരി വിനോദ്, NSS പ്രോഗ്രാം ഓഫീസർ KV ശരത്, സ്റ്റാഫ് സെക്രട്ടറി എബിൻ ജോർജ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. 2015 മാർച്ചിൽ SSLC പരീക്ഷ എഴുതി ഈ സ്കൂളിൽ നിന്നും എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ 29 വിദ്യാർത്ഥികൾക്കും 9 A+ കരസ്ഥമാക്കിയ 36 വിദ്യാർത്ഥികൾക്കുമാണ് മൗണ്ട് താബോർ ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA ആഭിമുഖ്യത്തിൽ അനുമോദനവും അവാർഡ് വിതരണവും നടത്തിയത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും അടക്കം 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. മൊബൈൽ
മൊബൈൽ 9447255870. ഭാരത് കണ്ണാശുപത്രി കൃഷ്ണൻ കോവിലിന് എതിർവശം പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. സ്റ്റൈൽ ബാത്ത്. സ്റ്റൈൽ ബാത്ത്. Classy sanitary wears. From the house of luxury sanitary wares, Style Bath, Kottarakara, Ayur, Punlur. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി ബികോം പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ്. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, ബികോം, എംകോം, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ് പുനലൂർ. ഫോൺ 9447154898. BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, മുണ്ടക്കയം, റാന്നി, മുക്കൂട്ടുതറ, ചിറ്റാർ, പുനലൂർ. സുവർണ വിസ്മയമായ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ആലക്കുളം, തെങ്കാശി. തെങ്കാശി തിരുനെൽവേലി പ്രധാന പാതയ്ക്ക് സമീപം ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണതയായി സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ദ പെർഫെക്റ്റ് ന്യൂ ജനറേഷൻ പോളിടെക്നിക് കോളേജ്. Canteen facility, special coaching for campus interviews. We give 8 diploma level courses: diploma in civil engineering, mechanical engineering, electrical and electronics engineering, electronics and communication engineering, computer engineering, automobile engineering, marine engineering and instrumentation and control engineering. Library, scholarship for well-scored students, Malayali management, Kerala food, 100% placement and transport facilities. St. Mariam Polytechnic College, Alamkulam, Tengashi. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തെന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ. ഷൈനിങ് ഗോൾഡ് 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. കേരള
Fashion Jewelry, Hospital Junction, Main Road, Patanapuram. Phone 0475 235545. MP ഫണ്ടിൽ നിന്നുള്ള തുക വിനിയോഗിച്ച് പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. നിർമ്മാണം പൂർത്തീകരിച്ച ചെമ്പനരുവി താന്നിമൂട്ടിൽപ്പടി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പ്രദേശത്ത് താമസിക്കുന്ന നൂറുകണക്കിന് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ദുരിതമായിരുന്നു നമ്മുടെ ഈ സെന്റ് ജോർജ് കത്തോലിക്ക പള്ളിയിൽ വരുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പള്ളിയിൽ പോലും വരാൻ കഴിയാത്ത ഇവിടുത്തെ മുസ്ലിം മോസ്ക് അതായത് ജമാഅത്തുകളുണ്ട് അതുകൊണ്ട് വരുന്നത് എല്ലാവർക്കും പ്രയാസം. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൽ മാത്രം 50 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഉടൻ നടത്തുമെന്നും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്നും റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ചെമ്മനരുവിയിൽ കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 17 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഉദ്ഘാടന സമ്മേളനത്തിൽ പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജോസ് അധ്യക്ഷനായിരുന്നു. തിരുവനന്തപുരം അതിരൂപത സഹമെത്രാൻ സാമുവൽ ഐറേനിയോസ് മെത്രോപൊലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ഗോപിനാഥ്, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കറവൂർ സുരേഷ്, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പുരുഷോത്തമൻ നായർ, ചെമ്പനരുവി മുരളി, P. സുബ്രഹ്മണ്യൻ, വികാരിമാരായ റവറൻ ഫാദർ ജോർജ് താന്നിമൂട്ടിൽ, ഫാദർ സാമുവൽ ഇടമണ്ണിൽ, പിറവന്തൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് A. നജീബ് ഖാൻ, NSS കരയോഗം സെക്രട്ടറി S. ശ്രീകുമാർ, SNDP ശാഖാ സെക്രട്ടറി A. ദിനേശൻ, ചെമ്പനരുവി ജമാഅത്ത് പ്രസിഡന്റ് C. ബഷീർ, വാർഡ് മെമ്പർ M. ദീപ, സ്വാഗത സംഘം ഭാരവാഹികളായ ചെമ്പനരുവി ജോൺസൺ, ബൈജു വർഗീസ്, കനിബാബ, K. പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. റോഡിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കിയ കരാറുകാരൻ ഷാജഹാനെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് സലീം മൂലയിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഭൂരഹിതർക്ക് ഭൂമി വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഗണപതി അമ്പലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന ധർണ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സലീം മൂലയിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഭരണം നയിക്കുന്ന UDFന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഭൂരഹിതരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മാത്രമല്ല വാർത്താ മാധ്യമങ്ങളെയും പൊതുജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ യഥാർത്ഥ വിഷയം അന്വേഷിച്ചുകൊണ്ട് ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസ് വിവരാവകാശം അനുസരിച്ചെടുത്തപ്പോഴാണ് ഇതൊരു എങ്ങും ചർച്ച ചെയ്തില്ല എന്ന് പറയാനുള്ളത്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ വില്ലേജ് ഓഫീസർ, തഹസീൽദാർ, താലൂക്ക് ഓഫീസറൊക്കെ കൃത്യമായി തന്നെ ഇവിടുത്തെ ഭൂരഹിതരെ കണ്ടെത്തുകയും അവരുടെ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൃത്യമായി യാതൊരു വിധമായ രാഷ്ട്രീയ പ്രേരിതവും കൂടാതെ കൃത്യമായി ആ ഭൂരഹിതരെ കണ്ടെത്തി അവർക്ക് ഭൂമി നൽകണം എന്നാണ് പാർട്ടി ആവശ്യപ്പെടുന്നത്. ഗ്രാമസഭയിൽ പോലും പഞ്ചായത്ത് ഭരണസമിതി ഭൂരഹിതരെ ഭൂമി നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിക്കുകയാണെന്ന് സലീം മുലയിൽ ആരോപിച്ചു. റവന്യൂ വകുപ്പിൽ നിന്ന് ലഭിച്ച ലിസ്റ്റ് അട്ടിമറിച്ച് സ്വന്തം താൽപര്യക്കാരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇടതുമുന്നണി കുടപിടിക്കുകയാണെന്നും സലീം മുലയിൽ ആരോപിച്ചു. നേതാക്കളായ അബ്ദുൽ വഹാബ്, KB മുരളി, ഷെഫീഖ് ചോഴിയക്കോട്, ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കൊല്ലം ജില്ലയിലെ സാംസ്കാരിക നിലയം പുനലൂരിൽ ആരംഭിക്കണമെന്ന് ചലച്ചിത്ര സംവിധായകൻ MA നിഷാദ് ആവശ്യപ്പെട്ടു. സാംസ്കാരിക തനിമ ഉയർത്തുന്ന പലതും പുനലൂരിലുണ്ടെന്നും നിഷാദ് ചൂണ്ടിക്കാട്ടി. കേരള നിയമസഭയിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഓരോ ജില്ലയിലും ഓരോ സാംസ്കാരിക നിലയങ്ങൾ അനുവദിക്കണം എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ കൊല്ലം ജില്ലയിലെ സാംസ്കാരിക നിലയം പുനലൂരിൽ അനുവദിക്കണമെന്ന് സംവിധായകൻ MA നിഷാദ് ആവശ്യപ്പെട്ടു. എന്തുകൊണ്ടും കൊല്ലം ജില്ലയിൽ സാംസ്കാരിക നിലയത്തിന് പറ്റിയ ഭൂപ്രദേശമാണ് പുനലൂർ. 1877 സ്ഥാപിച്ച പുനലൂർ തൂക്കുപാലം, പുനലൂർ പേപ്പർ മിൽ, പ്ലൈവുഡ് ഇൻഡസ്ട്രീസ്, 13 കണ്ണറപ്പാലം, ആദ്യകാലത്തെ റെയിൽവേ ലൈൻ എന്നിങ്ങനെ സാംസ്കാരിക തനിമ ഉയർത്തുന്ന പലതും പുനലൂരിൽ തൊട്ടു നിൽക്കുന്നു എന്നതും പ്രത്യേകതയാണ്. അതുകൊണ്ട് ആദ്യ പരിഗണന പുനലൂരിൽ നൽകണമെന്നാണ് സംവിധായകന്റെ ആവശ്യം. കൊല്ലം ജില്ലയിലെ പൈതൃക നഗരമായി പുനലൂരിനെ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ പുനലൂരായിരിക്കണം കൊല്ലം ജില്ലയുടെ പൈതൃക നഗരം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊന്നും കൊണ്ടല്ല, ചരിത്രമുറങ്ങുന്ന മണ്ണിരിക്കുന്നത് പുനലൂരാണ്. തൂക്കുപാലം ഉൾപ്പെടെ പുനലൂരിൻ്റെ നിയോജകമണ്ഡലത്തിൽ തന്നെയാണ് 13 കണ്ണറപ്പാലം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചരിത്രത്തിൻ്റെ ഒരു ശേഷിപ്പുള്ളത് പുനലൂരാണ്. അതുകൊണ്ട് നമ്മുടെ ആവശ്യം മറ്റൊന്നുമല്ല, ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നിവേദനം തന്നെ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ മുക്കടോ ഭാഗത്ത് ശക്തമായ കാറ്റിൽ ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞ് 2 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. അപകട ഭീഷണി ഉയർത്തിയ മരം ഒടിഞ്ഞു വീണാണ് വൈദ്യുത പോസ്റ്റ് തകർന്നത്.
വൈകിട്ട് 4:30 കനത്ത മഴയിൽ മുക്കടവ് ജംഗ്ഷന് സമീപം ഇലക്ട്രിക് പോസ്റ്റിലേക്ക് മരം ഒടിഞ്ഞു വീഴുകയായിരുന്നു. ഒരു ഇലക്ട്രിക് പോസ്റ്റ് പൂർണ്ണമായും മറ്റ് 2 പോസ്റ്റുകൾ ഭാഗികമായും തകർന്നു. അപകട സമയത്ത് അതുവഴി കടന്നുപോയ ഒരു സ്വകാര്യ ബസ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ബസ് മുന്നോട്ടെടുക്കുന്നതിനിടയിൽ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് മരം ഒടിഞ്ഞു വീഴുകയായിരുന്നു. കോതമംഗലത്ത് മരം സ്കൂൾ ബസിന് മുകളിൽ വീണ് 5 വിദ്യാർത്ഥികൾ മരിച്ച സംഭവം ഉണ്ടായിട്ടും പുനലൂർ മൂവാറ്റുപുഴ പാതയോരത്ത് അപകട ഭീഷണി ഉയർത്തിയ മരങ്ങൾ മുറിക്കാൻ തയ്യാറായിട്ടില്ല. മുക്കടവ് ജംഗ്ഷന് സമീപം 10ഓളം മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. ഗതാഗത തടസ്സത്തെ തുടർന്ന് 2 മണിക്കൂറോളം ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. വൈദ്യുത ബോർഡ് ജീവനക്കാർ വളരെ വൈകിയാണ് സ്ഥലത്തെത്തിയത്. ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും ചേർന്ന് പോസ്റ്റ് ഇളക്കി മാറ്റിയ ശേഷം ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു. കാലപ്പഴക്കം ചെന്ന പോസ്റ്റാണ് അപകട കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മുക്കടവ് ഭാഗത്ത് മണ്ണിടിച്ചിൽ മൂലം റോഡ് ഇടിഞ്ഞു തള്ളുന്നതും പതിവ് സംഭവമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പത്തനാപുരത്ത് ആഹ്വാനം ചെയ്ത കടയടപ്പ് സമരം പൂർണ്ണം. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. കല്ലുംകടവിൽ നിന്ന് ആരംഭിച്ച് ടൗൺ ചുറ്റി നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ 100 കണക്കിന് വ്യാപാരികൾ പങ്കെടുത്തു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറിയും കൊല്ലം ജില്ലാ പ്രസിഡന്റുമായ എസ് ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു. കുറെ നാളുകളായി പത്തനാപുരത്തും പരിസര പ്രദേശങ്ങളിലും അരങ്ങേറിക്കൊണ്ടിരുന്ന വ്യാപാരി സമൂഹത്തിന് ഒറ്റയും പെട്ടയും തിരിഞ്ഞ് നടത്തിക്കൊണ്ടിരുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എ കൾമിനേഷൻ ഓഫ് മെനി തിങ്സ്, പലതിന്റെ ഒരു കൂടിച്ചേരലാണ് ഇന്ന് ഈ ഹർത്താലിൽ കലാശിച്ചത് എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റുമായ ജി വസന്തകുമാർ സംസാരിച്ചു. രാഷ്ട്രീയ നേതാക്കൾ ഹർത്താലുകൾക്കും പ്രതിഷേധ പ്രകടനങ്ങൾക്കും നേതൃത്വം നൽകുമ്പോൾ അണികളിൽ നിന്നും ഹീനമായ അക്രമ പ്രവൃത്തികൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അവിടെ മനഃപൂർവ്വമായി ആ സ്ഥാപനത്തെ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ മനഃപൂർവ്വമായി ഒരു സ്ഥാപനത്തിൽ ആക്രമണം നടത്തണമെങ്കിൽ അതും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുമ്പോൾ പത്തനാപുരത്തെ കടകമ്പോളം അടച്ചിട്ട് ഹർത്താൽ ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്തപ്പോൾ അതിനെ പരിപൂർണമായി അംഗീകരിച്ചുകൊണ്ട് ഇവിടെ മുഴുവൻ സ്ഥാപനങ്ങളും അടച്ചിട്ടിരുന്ന അവസ്ഥയിലാണ് ആ സ്ഥാപനത്തിന് ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി ജി ഗോപകുമാർ, എം ഇസ്മയിൽ, ഇടമുളയ്ക്കൽ ഗോപാലകൃഷ്ണൻ, ഇ രാജൻ, ജോജോ കെ എബ്രഹാം, എം മുഹമ്മദ് അലി, പി ചന്ദ്രശേഖരൻ നായർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾഡ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ UPSകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹൂജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ, കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ TV ഐറ്റംസ് എന്നിവയും DTH സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുറുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോളിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ
ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പുനലൂർ. ഫോൺ 0475 222120. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. കേരള യൂണിവേഴ്സിറ്റി ലേണേഴ്സ് സപ്പോർട്ട് സെന്ററായ ഡേറ്റാടെക് BBA, BCA, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom കോർപ്പറേഷൻ, BA ഇംഗ്ലീഷ് തുടങ്ങിയ UG കോഴ്സുകൾ, MBA, MCom ഫിനാൻസ്, MA ഇംഗ്ലീഷ് തുടങ്ങിയ PG കോഴ്സുകളിലും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ 4 നൂറ്റാണ്ട് പിന്നിടുന്ന പരിചയ സമ്പന്നതയ്ക്കൊപ്പം മികവുറ്റ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും. സിവിൽ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ തുടങ്ങി 3 വർഷ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PU, കൊല്ലം. 1 വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ K മൊയ്തീൻ കുഞ്ഞ് ലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഹോളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475 2226 കുളത്തൂപ്പുഴയിൽ തെരുവുനായ് ശല്യം രൂക്ഷമാകുന്നു. കല്ലുവട്ടാംകുടിയിൽ 2 പേർക്കാണ് തെരുവുനായ്ക്കളുടെ കടിയേറ്റത്. കുളത്തൂപ്പുഴയിൽ കഴിഞ്ഞ നിരവധി ദിവസങ്ങളായി തെരുവുനായ ശല്യം അതിരൂക്ഷമാവുകയാണ്. കല്ലുവട്ടാംകുടിയിൽ 2 പേരെ കടിച്ചു ഗുരുതരമായി പരിക്കേൽപ്പിച്ച തെരുവുനായ തിങ്കൾക്കരികത്ത് 4 ആടുകളെ കടിച്ചു കൊല്ലുകയും ഡിപ്പോയിൽ 1 ആടിനെ കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. കല്ലുവട്ടാംകുടി സ്വദേശികളായ ഗീത, തോമസ് കുഞ്ഞച്ചൻ എന്നിവർക്കാണ് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കൾക്കരികത്ത് നിർധന കുടുംബാംഗമായ കുഞ്ഞുമോന്റെ ഉടമസ്ഥതയിലുള്ള 4 ആടുകളെ കൂട്ടമായി എത്തിയ തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നു. തോട്ടത്തിൽ കെട്ടിയിട്ടിരുന്ന ആടുകളെയാണ് തെരുവുനായ്ക്കൾ ആക്രമിച്ചു കൊന്നത്. ടിമ്പർ ഡിപ്പോയിൽ തെരുവുനായ 1 ആടിനെ കടിച്ചു പരിക്കേൽപ്പിച്ചു. തെരുവുനായുടെ ആക്രമണത്തിൽ കുട്ടികളെയോ വളർത്തുമൃഗങ്ങളെയോ പുറത്തിറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ കേട്ട ഒരു നിവൃത്തിയില്ലേ, പട്ടികളെ കാരണം നിവൃത്തിയില്ലേ, ഒരു ഇതായിട്ട് വന്നേക്കാം. മനുഷ്യരും പിള്ളേർക്ക് ഒന്നും നടക്കാൻ നിവൃത്തിയില്ല. എങ്ങനെയെങ്കിലും പട്ടിയുടെ അവസാനിപ്പിച്ചറിഞ്ഞ എങ്ങനെയെങ്കിലും കൊല്ലാൻ പോലും നിവൃത്തിയില്ലെന്നാ പറഞ്ഞത്. നാട്ടിനെ കടിച്ച് പറിച്ചെടുത്ത് പിള്ളേർ ഇറങ്ങി ആ പിള്ളേരെ കടിച്ചു പറിക്കും. ഒരു നിവൃത്തിയില്ലേ പട്ടിയെ കാരണം എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. തെരുവുനായുടെ ആക്രമണവും ശല്യവും അതിരൂക്ഷമായിട്ടും തെരുവുനായ്ക്കളെ അമർച്ച ചെയ്യുന്നതിനോ വന്ധ്യംകരണം അടക്കമുള്ള നടപടികൾ ചെയ്യുന്നതിനോ ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവവും ഇൻസ്പയർ സ്കോളർഷിപ്പ് വിതരണവും സംഘടിപ്പിച്ചു. പത്തനാപുരം താലൂക്ക് സമാജം മാനേജർ N മഹേശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിപുലമായ പരിപാടികളിലൂടെയാണ് പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. രക്ഷിതാക്കളുടെ പങ്കാളിത്തം കൊണ്ട് വളരെ ശ്രദ്ധേയമായിരുന്നു. വിദ്യാർത്ഥികളുടെ പഠനകാര്യങ്ങളിൽ രക്ഷിതാക്കൾക്കുള്ള ഔത്സുക്യം വിളിച്ചറിയിക്കുന്നതായിരുന്നു ചടങ്ങ്. അടുത്ത 2 വർഷത്തെ പഠനവും പെരുമാറ്റവുമെല്ലാം വിശദമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മനസ്സിലാക്കി കൊടുക്കുവാൻ അധ്യാപകർക്ക് കഴിഞ്ഞു. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഫുൾ A+ നേടിയ 23 വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ഇൻസ്പയർ സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുകയും ചെയ്തു. സ്കൂളിലെ NSS യൂണിറ്റിന്റെ പുതിയ സംരംഭമായ NSS ലൈബ്രറി ഉദ്ഘാടനം പത്തനാപുരം താലൂക്ക് സമാജം മാനേജർ N മഹേശൻ നിർവഹിച്ചു. ഞങ്ങളുടെ മാത്രം പ്രയത്നം കൊണ്ട് നടക്കുകയാണ്. എല്ലാ രക്ഷകർത്താക്കളും അതിനകത്ത് ഞങ്ങളോടൊപ്പം സഹകരിക്കണം. സ്കൂൾ വഴി സ്കൂളിന്റെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി എന്ത് ആവശ്യമുണ്ടെങ്കിലും തന്നെയും ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന താല്പര്യം. ചടങ്ങിൽ പത്തനാപുരം താലൂക്ക് സമാജം പ്രസിഡന്റ് NB ജോൺ, പ്രിൻസിപ്പൽ K ഹരികുമാരൻ പിള്ള, HM B രമാദേവി, സ്റ്റാഫ് സെക്രട്ടറി M ആരിഫ BV, സീനിയർ അസിസ്റ്റന്റ് S മിനി, അധ്യാപകരായ ജസ്റ്റിൻ ജോർജ്, KM റിയാസുദ്ദീൻ, KB സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം ടൗണിൽ ഹൈമാസ് ലൈറ്റുകൾ 1 വർഷമായി പ്രകാശിക്കുന്നില്ല. ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. പത്തനാപുരം ടൗണിൽ MB ഫണ്ടിൽ നിന്നും 4,85,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഹൈമാസ് ലൈറ്റാണ് പ്രകാശിക്കാത്തത്. സന്ധ്യ കഴിഞ്ഞാൽ നഗരം ഇരുട്ടിലാകും. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രകാശം മാത്രമാണ് ആകെ ആശ്രയം. രാത്രി വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചു കഴിഞ്ഞാൽ ടൗൺ ഇരുട്ടിലാകും. രാത്രിയിൽ ബസ് കാത്തു നിൽക്കുന്ന സ്ത്രീകളും കുട്ടികളുമാണ് ഇരുട്ടിൽ ഏറെയും ബുദ്ധിമുട്ടുന്നത്. ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യവിരുദ്ധ ശല്യവും മോഷണവും പതിവായിട്ടുണ്ട്. ഹൈമാസ് ലൈറ്റ് വരുന്നതിന് മുമ്പ് വഴിവിളക്കുകൾ പ്രകാശിച്ചിരുന്നെങ്കിൽ ഇന്ന് അത് നിർജീവമാണ്. MB ഫണ്ടിൽ നിന്നും സ്ഥാപിച്ച സോളാർ സിഗ്നൽ ലൈറ്റുകളും ഇപ്പോൾ പ്രകാശിക്കുന്നില്ല. ലക്ഷങ്ങൾ
ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റും സോളാർ സിഗ്നൽ ലൈറ്റും പ്രവർത്തനമാക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. ഇടയ്ക്ക് വന്ന് ഏതെങ്കിലും 1-2 ബൾബ് കത്താറുണ്ട്. പിന്നെ പൂർണ്ണമായും അതിന്റെ എല്ലാ ബൾബുകളും അണഞ്ഞിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിന് ചെയ്യുന്ന സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും തന്നെ കത്തുന്നില്ല. പത്തനാപുരം വളരെ ഇരുട്ടിലാണ്. എന്നുവെച്ചാൽ വെളിയിൽ നിന്ന് വരുന്നവർക്ക് രാത്രി സ്ത്രീകളൊക്കെ വന്നറിയ വലിയ ബുദ്ധിമുട്ടാണ്. കുറെ ഓട്ടോ ഇവിടെ നടക്കും, ഒന്നും കാണാനൊക്കാത്ത ഒരവസ്ഥ. 8 മണിക്ക് കടകളെല്ലാം അടഞ്ഞു കിടന്നാൽ പിന്നെ പത്തനാപുരം വളരെ കൂരിരുട്ടിലാണ്. അപ്പോൾ ബന്ധപ്പെട്ട അധികൃതർ ഇത് മനസ്സിലാക്കി വെളുക്കുന്നവരെ ഈ സ്ട്രീറ്റ് ലൈറ്റും ഈ ഹൈമാസ് ലൈറ്റും പ്രവർത്തിപ്പിക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം. ഇസ്പിറോ പത്തനാപുരം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കുഴികളടയ്ക്കാത്തതിൽ പ്രതിഷേധിച്ച് CPM പ്രവർത്തകർ ദേശീയപാത വിഭാഗം ഓഫീസ് താഴിട്ട് പൂട്ടി. വിദ്യാഭ്യാസ വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി പത്തനാപുരം MLA KB ഗണേഷ് കുമാർ. പാഠപുസ്തക വിതരണത്തിലും SSLC ഫലപ്രഖ്യാപനത്തിലും വിദ്യാഭ്യാസ വകുപ്പ് നിരുത്തരവാദപരമായ സമീപനം സ്വീകരിച്ചെന്നും MLA. പുനലൂർ മുക്കടവിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണ് 2 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. വ്യാഴാഴ്ച വൈകുന്നേരത്തുണ്ടായ കനത്ത കാറ്റിലാണ് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണത്. കുളത്തൂപ്പടയിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. കല്ലുവെട്ടാങ്കുടിയിൽ 2 പേരെ തെരുവുനായ്ക്കൾ കടിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വിനായക ഫിസിയോതെറാപ്പി സെന്റർ, അഞ്ചൽ, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.